അരി വെന്തിട്ടുണ്ട്. അരി വടിക്കട്ടെ. പാത്രം എടുത്തോണ്ടോ? പാത്രം എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വരാം. കൊള്ളാവോ? കഴിവുണ്ടേ? ഇത് കൊടുക്കള കേട്ടാ. അല്ല കുരു വിടണമല്ലോ. കുരു കുറവുണ്ട്. ചാകര ചാകര ആറ്റിമീൻ കണ്ട. ഇത്രയല്ല, കുറച്ചുകൂടെ ഉണ്ട്. താഴെയും കൂടെ കൊടുത്തു കേട്ടോ. കുടുംബ വീട്ടിലും കൂടെ കുറച്ച് കൊടുത്തായിരുന്നു. ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ. ഇത് തോട്ടിൽ വലയിട്ട് പിടിച്ച മീനാണ്. തോട്ടിന്നാണ് കേട്ടോ. ആറ്റിലോട്ട് അടുക്കാൻ കഴിയില്ല, വെള്ളം ഇനി കയറി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തോട്ടിൽ നിന്ന് വലയിട്ട് പിടിച്ചതാണ്. ഇന്നലെ രാത്രിയല്ല 6 മണിയൊക്കെ ആയപ്പോൾ കൊണ്ടിട്ടതാണ്. 6 മണിയൊക്കെ കൊണ്ടിട്ടു. ഇന്ന് രാവിലെ 6 മണിക്ക് പോയി എടുത്ത്. നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അല്ലാതെയും ആൾക്കാരൊക്കെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും കിട്ടിയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറൊക്കെ വെച്ചായിരുന്നേ. ചോറ് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് കപ്പയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പയും കൂട്ടാൻ വെച്ച് ആറ്റിമീനും വറുത്ത് പിന്നെ എന്തോ തോരൻ എന്തെങ്കിലുമൊക്കെ വയ്ക്കാമെന്നൊക്കെ കരുതിയാണ് ഇരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടനൊരാഗ്രഹം ആറ്റിമീനും വറുത്ത് നമ്മൾ ചക്കയില്ലേ, ചക്ക തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങി കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചക്കയും പുഴുങ്ങി നമുക്ക് മീനും വറുത്ത് അത് കഴിക്കാം ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ കൂട്ടാനൊന്നും വയ്ക്കാൻ നിൽക്കേണ്ടത്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കും എളുപ്പ പണിയാണല്ലോ, പിന്നെ വേറെ കറികളൊന്നും വയ്ക്കണ്ട. എന്നാലും നമുക്ക് രാത്രിത്തേക്ക് വയ്ക്കണം കേട്ടോ. എന്തെങ്കിലും വയ്ക്കണം. ആറ്റിമീനും വറുത്ത് എന്തെങ്കിലും തോരനോ പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ വെച്ച പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട്. തോരൻ എന്തെങ്കിലും മാത്രം വെച്ചാൽ മതി. അത് നമുക്ക് വൈകിട്ട് വയ്ക്കാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് കഴിക്കാൻ ചക്കയും ആറ്റിമീനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും അപ്പുറത്ത് ചക്ക നിൽപ്പുണ്ടേ. അടുത്ത വീട്ടിൽ ചക്ക നിൽപ്പുണ്ട്. അത് അടക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. നല്ല വെണ്ണ കണക്കിരിക്കുന്ന ചക്കയാണ്. അവിച്ചാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ആ ചക്ക അടക്കാൻ പോണത്. എന്ന് വെച്ചാൽ ഇപ്പോഴും വിളഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അടക്കാൻ പോവുകയാണ്. നല്ല ചക്കയാണ് കേട്ടോ. അപ്പോഴും മുളകൊക്കെ ഉടച്ച് ഇത്തിരി കട്ടനൊക്കെ ഇട്ട് ഈ ആറ്റുമീനും വറുത്ത് അങ്ങനെ കഴിക്കാമെന്നാണ് കരുതിയത്. അപ്പോഴിനി നമുക്കിനി ചക്ക അടക്കാൻ പോവാം. ചക്കയൊക്കെ അടത്തുകൊണ്ട് വെച്ചിട്ട് മീൻ വെട്ടാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയായിരുന്നു. രാവിലെ അവരൊക്കെ സ്കൂളിൽ പോയി. ഞങ്ങളൊക്കെ ആക്കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി പ്രത്യേകിച്ച് വിശേഷമില്ല. രാവിലെയൊക്കെ പെരുമഴയായിരുന്നു. ഇപ്പോൾ ഇത്തിരി ഒന്ന് തോന്നി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനിയും വല ഇട്ടിരിക്കുകയാണ്. ഇപ്പം ചേട്ടൻ ഈ രാവിലെ എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ, വല എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മീനെല്ലാം എടുത്തതിന് ശേഷം ആ വല വീണ്ടും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി വൈകിട്ട് 6 മണിക്കൊക്കെ 6 മണിയോ 5:30 ആകുമ്പോൾ വീണ്ടും പോയി എടുക്കും. അപ്പോഴും മീനും കിട്ടുമായിരിക്കാം. ഇതിപ്പോൾ നമുക്ക് നാളത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 2 ദിവസത്തേക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ 3 പേരേ ഉള്ളൂ. ബാക്കി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. വൈകിട്ടും പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയി ഇതിനെ അങ്ങോട്ട് അകത്തോട്ട് വെച്ചിട്ട് ചക്ക എടുത്തോണ്ട് വരാം. അങ്ങനെ പോയി ചക്കയും മുളകും കൂടെ എടുത്തോണ്ട് വരാം. ചക്ക അടക്കാനുള്ള കത്തിയാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? പണ്ട് കാലത്ത് ഒരു ചെടിയാണ്. പേരെന്തോ എനിക്ക് പേരറിഞ്ഞൂടാ. കുരങ്ങുവാലനാണ്. പക്ഷെ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഈ വഴിയോരങ്ങളിലൊക്കെ നിൽക്കാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ വെണ്ണ ചക്ക ഇവിടെ നിൽപ്പുണ്ട്. അതൊക്കെ എല്ലാം വെടിച്ച് നിൽക്കുന്നത്, വിളഞ്ഞിട്ടേ വെടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ കാണിച്ചാണ് ചേട്ടാ.
വെടിച്ചിരിക്കുന്നു. ഇത് വിളഞ്ഞാന്ന് നോക്കുന്നതാണ്. ഈ ചൂന്ന് നോക്കൂലേ, കത്തി വെച്ച് നമ്മളിങ്ങനെ ചക്ക വിളഞ്ഞാന്ന് ചൂന്ന് നോക്കുന്നതാണ്. ആണ്ട് ഇവിടെയും ചൂന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെടിച്ച് നിൽക്കുകയാണ്, വിളഞ്ഞു പോയി. അയ്യോ ഇത് പഴുത്ത് ചേട്ടാ, ആണ്ട അയ്യോ അടക്കട്ടാ പഴം തിന്നാ. ഇവിടെ അത്രയും മുക്കാണ്ട് ഇവിടെ മുള്ള് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഭയങ്കര പന്നി ശല്യമാണ്. അപ്പോൾ ഈ പന്നി ഈ ചക്കയൊക്കെ അടത്ത് ഇട്ട് തിന്നും കേട്ടോ. അതുകൊണ്ടാണ് പന്നി കയറാതിരിക്കാൻ വേണ്ടിയാണ് ചിറ്റാകയും ഈ മുള്ള് വെച്ചിരിക്കുന്നത്. ഇത് മാമനാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഴുത്ത ചക്ക ഞാൻ ഇങ്ങനെ അടക്കട്ടെ. ഞാൻ പഴുത്ത് നിൽക്കുന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ആ മുള്ള് നല്ല ഫ്രഷ് ആയിട്ട് ചക്കപ്പഴം തിന്നാം. അത് നല്ല പഴുത്ത ചക്കപ്പഴം തിന്നാം. ഓക്കെ, നല്ല മധുരം ഇല്ല കേട്ടോ, മധുരം കുറവാണ്. വെള്ളം ഇറങ്ങിയുണ്ടായി, മഴ. ആ ഇത് ചൂന്ന് നോക്കിയപ്പോഴേ അതിൽ കൂടെ വെള്ളമൊക്കെ ഇറങ്ങി കാണും. മധുരം കുറവ്. നിറയെ നിൽക്കുന്നുണ്ട്, എല്ലാം വെടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് വിളയാതെ നിൽക്കുകയാണെന്ന്. അപ്പം വന്ന് നോക്കിയപ്പോഴല്ലേ എല്ലാം വിളഞ്ഞിരിക്കുന്നത്. അപ്പോഴേ അടുത്തിനി നമുക്ക് പുഴുങ്ങാനുള്ള ചക്ക അടക്കാമേ. അപ്പോൾ ഇത് പാകമായിരിക്കും അല്ലേ? ചൂന്ന് നോക്കണോ? വേണ്ട, അടത്ത് ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ചക്ക ഇവിടെ ഇരിക്കട്ടെ, തിരിച്ചു വരുമ്പോൾ എടുത്തോണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പറിക്കാൻ വേണ്ടി പോവേണം കേട്ടോ. നമ്മൾ ഉടങ്ങല്ലി മുളവില്ലേ ചക്കയ്ക്ക് കഴിക്കാൻ വേണ്ടി, അത് പറിച്ചിട്ട് ചക്ക എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഈ പിച്ചാത്തി ഇതിൽ തന്നെ അങ്ങ് വച്ചിരിക്കാം. പോ ചക്ക കെട്ടി വെച്ചിട്ട് പോ. ചക്കയുടെ വേണ്ട ഭയങ്കര കറ, അപ്പോഴതൊന്ന് കെട്ടി വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോഴേ ദേഹം മൊത്തം ആവും. മുളക് കുറച്ചിട്ട് വരട്ടെ പോയി. അരച്ച മുളവിനെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിന് ഒന്ന് മടക്കി തലയിൽ വയ്ക്കാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ മുളക് അവിടെ കൊണ്ട് വെച്ചതേ ചക്ക എടുക്കാൻ വേണ്ടിയാണ്. ഇനി മുളകും എടുത്ത് കത്തിയും എടുത്തോണ്ട് പോകാം.
അപ്പോൾ നമുക്കിനി പോവാം. ചക്ക ചുള കുറവാണ് കേട്ടോ. നമ്മൾ ഒരു വലിയ ചക്കയാണ് അടുത്തോണ്ട് വന്നത്, പക്ഷെ ചുള കുറവാണ്. നമുക്ക് ഇത്രയും മതി, നമുക്ക് 3 പേർക്ക് ഇത് മതി, കുഴപ്പമില്ല. അപ്പോൾ നീ പോയി മീൻ കണ്ടിക്ക്, അപ്പോൾ ഞാനിത് ശരിയാക്കാം. ശരിയാക്കോ? ഞാൻ പോട്ടാ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വന്ന് അരിഞ്ഞു തരാം. ഞാൻ പിന്നെ മീൻ കണ്ടിക്കേട്ടാ. അപ്പോൾ പെട്ടെന്ന് ജോലി ചെയ്യുമല്ലോ. അപ്പോൾ ചേട്ടൻ ശരിയാക്കുമല്ലോ. ചക്കക്കുരു അത്ര പോരാൻ തോന്നട്ടെ, ഒന്ന് തിന്ന് നോക്കട്ടെ. കൊള്ളാം, നല്ലതാണ്. കടിച്ചു നോക്കട്ടെ. കൊള്ളാം. പാത്രം എടുത്തോണ്ടേ. പാത്രം ചെറുത് മതിയായിരിക്കുമല്ലേ? ഇത് മതിയാവുമല്ലോ, അത്രയ്ക്കുള്ള ചുളയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയി മീൻ കണ്ടിക്കാൻ പോവാം. ചക്കക്കുരുവിടെ ഒരു കവറൂടെ കൊണ്ടോ? കവറോ പാത്രം? അല്ല, നേരത്തെ ചക്കക്കുരു ഇട്ടുന്ന ഒരു കവറേ, അതെടുക്കുക. ഇതിലോട്ടെ വെച്ചാൽ അയ്യോ, ഇത് ഇന്നലെ നമ്മൾ ചക്കക്കുരു ഇട്ട് വെച്ച കവറില്ല. ഇവിടെ വൈകിട്ടു ഇത് കുറച്ച് കയ്യിൽ എണ്ണ വെക്കണം. അതിൻ്റെ എണ്ണ ഉണ്ട് കയ്യിൽ. ഈ അരക്കൊന്ന് തുളച്ചാൽ ഏതരക്ക് അതിലേക്ക് പേപ്പർ എടുത്തോട്ട് തുളച്ചാൽ ഈ പേപ്പർ ഇട്ട് ഞാൻ തുടയ്ക്കാം. മതിയല്ലേ? അതൊന്നും നോക്കാം. ഞാൻ പോട്ടാ. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മീനിന് മസാലയൊക്കെ പുരട്ടി ഇവിടെ വച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ട്. അപ്പോൾ ചേട്ടൻ ചക്കയൊക്കെ വൃത്തിയാക്കി തന്നു. പക്ഷേ ഇനി ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ്. ചിലരാണിത് മുഴുവനായിട്ട് വേവിക്കും. ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ചേട്ടൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് തേങ്ങ ഒത്തിരി ഇട്ട് അങ്ങനെ വേവിക്കുന്നതാണ് ഇഷ്ടം.
അത് പെട്ടെന്ന് വേവണ ചക്കയാണ്, നല്ല വെണ്ണ പോലെ പെട്ടെന്ന് വേവും. നല്ല ടേസ്റ്റാണ് ഈ ചക്ക കഴിക്കാൻ. ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കേ ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പിട്ട് കൊടുത്തു. ഇനി തേങ്ങ. ഒന്ന് വിരവി കൊടുക്കട്ടെ. തേങ്ങ മതിയോ? മതിയല്ലേ? ഓ കുറച്ചുകൂടെ ഇടണോ? മതി മതി. വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം, ടേസ്റ്റ് കൂടട്ടെ. തേങ്ങ കുറവാണ്. അപ്പം ഞാൻ പോയി ഇഡലി പാത്രം എടുത്തോണ്ടോട്ടെ. ഇഡലി പാത്രം അതിൽ വെള്ളം വെച്ചിട്ടുണ്ടേ. തട്ടം വെച്ചിട്ട് ചക്ക വെച്ച് നോക്കാം. ഒറ്റ സ്റ്റെപ്പിൽ വേവും. ഓക്കെയല്ലേ? ഓ ഇപ്പം കൂടുതൽ അളിച്ച ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് തികയോ. ഇത് വേവുമ്പോഴേ പാടിപ്പോവും. ഇത്രയൊന്നും കാണില്ല. ആ സൈഡിലോട്ട് വെച്ചോളൂ കുറച്ച്. തേങ്ങ പൊളിക്കും നമ്മൾ. ആറ്റി മീനും ചക്കയും മുളകും കൂടെ ഒക്കെ വെച്ച് കട്ടനും കൂടെ ഒക്കെ ഇട്ടുന്ന് പൊളിക്കും. ചൂടോടെ വാഴയിലയിൽ കഴിക്കാമേ. കേട്ടോ, ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്കിതിലങ്ങോട്ട് തട്ടി സൈഡിൽ മുളകും ഇച്ചിരി പൊരിച്ച മീനും സവാളയും ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാം. വലിയ പാത്രം എടുക്കണില്ലേ? ഒരു വട്ടപാത്രം. വാഴയിൽ കഴിക്കുന്നതിൻ്റെ സുഖം അത് വേറെയാണ്. ഈ സമയത്ത് ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ മഴ പെയ്യുന്നു, ചെറിയൊരു വെയിൽ വന്നു. എനിക്ക് തോന്നുന്നു മഴയ്ക്കായിരിക്കാം. ഞാൻ പോയി അടപ്പെടുത്തോണ്ട് വരട്ടെ. കേട്ടാ തേങ്ങ ഇടണോ? മതി മതി. തേങ്ങ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇട്ടോളാൻ വയ്യായിരിക്കും. അപ്പം നമുക്കിനി നേരെ ഇവിടെ പോവാം. അടുപ്പിൻ്റെ അടുപ്പിൻ്റെ കൂട്ടിക്ക്. അയ്യോ താഴെ അവിടെ ചെന്നിട്ട് അടയ്ക്കാം. ഞാനിവിടെ എത്തി. ഞാനേ കുഞ്ഞു കുഞ്ഞു വിറവേ ഈ ചെറിയൊരു അടുപ്പിലോട്ട് പറക്കി വെച്ചിരിക്കുകയാണ്. ചൂട് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇന്നലെ ചേട്ടൻ കുറച്ച് വിറവൊക്കെ കീറി കിട്ടിയാന്ന് തന്നായിരുന്നു. ഇന്നലെ വലിയ കുറച്ച് ചൂട്ട് കണക്ക് എന്തെങ്കിലും കൊണ്ട് വെച്ചോളാം. അല്ലേ അണഞ്ഞു അണയില്ലാന്ന് തോന്നുന്നു. ചിരട്ടയുണ്ട്, നമുക്ക് ഇഡലി പാത്രം വയ്ക്കാം. അപ്പോഴേ മീൻ ഗ്യാസിലോട്ട് പൊരിക്കാന്നോ ഇതിലോട്ട് വയ്ക്കാന്നോ? കുറച്ച് മീനേ ഉള്ളൂ, നമ്മൾ കുറച്ചല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇതിലോട്ട് വയ്ക്കാം. അങ്ങനെ ചക്ക വെന്തിട്ട് ഗ്യാസിലോട്ട് വയ്ക്കണല്ലേ അല്ലേ? ചക്ക വന്നിട്ട് ഇതിലോട്ട് വയ്ക്കാം. അങ്ങനെയാണോ? ഓ ഞാൻ ഇത്തിരി നേരത്തെ നോക്കിയേ ചക്ക, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവാണ്ടായിരുന്നു. ഒന്നുകൂടി നോക്കട്ടെ. എന്ത് ഞാൻ ചക്ക ഇറക്കാൻ പോവുകയാണേ. അപ്പം നമുക്ക് മീൻ വറുക്കാം. കാതൊടിഞ്ഞ ചട്ടി. ഇതൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാലും ഞാൻ കളയില്ല, ഞാൻ ഉപയോഗിക്കും. അത് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്.
പാട്ട് പാടാനൊന്നും അറിഞ്ഞുകൂടാ. അയലയൊന്നുമല്ല, ഇത് നമ്മൾ ആറ്റുമീൻ. അതുകൊണ്ട് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഞാൻ അതിൽ ഒരു മീനെ തല മുറിച്ച് മാറ്റാതെ തലയോട് വെച്ച് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അതാർക്കെന്നറിയാം? ചേട്ടന് മുഴുവനായിട്ട്. താങ്ക് യു. വെൽക്കം. ആദ്യം നമുക്ക് അതി തന്നെ അങ്ങോട്ട് എടുക്കാം. എണ്ണ ചൂടാറട്ടെ. വേണ്ടേ? എന്നിട്ട് അപ്പുറം ഇപ്പുറവും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ. കൊള്ളാമോ? നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ മീനെ അങ്ങോട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് അനക്കിയിട്ട് വയ്ക്കാം. ആഹാ, ആ മതി. ഒന്നിന് മാത്രമേ ഞാൻ തല വെച്ചുള്ളൂ കേട്ടോ. ഞാൻ തല എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ മീനിൻ്റെ തല ഭയങ്കര രുചിയാണ്. അപ്പം ഇനി വയ്ക്കാൻ പറ്റുമോ? പറ്റും. സൈഡിലൊക്കെ വെച്ചോളല്ലേ, എല്ലാം അങ്ങ് വയ്ക്കാമല്ലേ? ഇനി ഇനി രണ്ടാമത് വയ്ക്കാൻ വയ്യ. മഴ വരണം. ഇത് കഴിച്ചിട്ട് ഇച്ചിരി ജോലിയുണ്ട്. മസാല ബാക്കിയൊന്നും മസാല കുരുമുളകൊക്കെ നിറച്ച് ചേർത്തിട്ടുണ്ട്. കരിവേപ്പില ഇടണ്ടേ? എടുത്തോണ്ട് തൊട്ടെ. ആദ്യമേ ഇടാറില്ലായിരുന്നു. ഇതിൻ്റെ പുറത്തുകൂടെ ഇട്ട് കൊടുക്കാം. എടുത്തോണ്ട് തൊട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിച്ച കറിവേപ്പിലാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചു. എനിക്കുള്ളത് ഉണ്ട്, 2 മൂടുണ്ട്. പക്ഷേ അത് ഞാൻ ഇപ്പോൾ എടുക്കില്ല. കുറച്ചുകൂടെ വലുതായിട്ട് അതിൽ നിന്നൊക്കെ കറിവേപ്പില എടുക്കും. ആ അതാണ്. വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിക്കണോ? മതിയോ? മതിയല്ലേ? വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. അപ്പോഴേ ഞാൻ മുളക് അരച്ചെടുത്തിട്ടുണ്ട്. അതിലിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. ഇത് മുളകിൽ പുളി ചേർക്കണ്ടല്ലോ? വേണ്ടല്ലോ. ചിലവർ പുളി ചേർക്കും. മുളക് ഉടച്ചിട്ടേ അതിൽ പുളി കൂടെ ചേർത്ത് അരച്ചെടുക്കും. മുളകെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സവാളയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് ഭയങ്കര എരിവുള്ള മുളകാണ്. ഇതേ ഭയങ്കര എരിവുള്ള മുളകാണ്. പക്ഷേ ഇത് ചേട്ടൻ കൂട്ടില്ല കേട്ടോ. ചേട്ടന് എരിവ് അത്ര പറ്റൂല. ഇത് ഞാൻ നന്നായിട്ട് എരിവ് കഴിക്കും. എന്നാലും കഴിക്കും കേട്ടോ. ഇച്ചിരിയൊക്കെ തൊട്ട് കഴിക്കും. അത്രേ ഉള്ളൂ. ഇതൊക്കെ മൊത്തം തിന്ന് തീർക്കുന്നത് ഞാനാണ്. മുളക് വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നാലല്ലേ ഈ മീനിനും കൂടെ വെച്ചെടുത്ത് കിട്ടുള്ളൂ. ഇങ്ങനെ തീറിയിട്ട് വിറവ് തീർന്നായിരുന്നു. ചെറിയൊരു വെയിൽ വന്നപ്പോഴേ ഞാനിവിടെ കിടന്ന തുണികളെല്ലാം വാരി വെയിലത്തിട്ടു. അങ്ങ് മുകളിലോട്ട്. മഴ പെയ്യുമെങ്കിൽ എനിക്ക് പണിയും കിട്ടും. അപ്പം ഞാൻ മറിച്ചിടട്ടെ. ഒരു വശം നല്ല മൊരിഞ്ഞിട്ടുണ്ട്. അയ്യോ, ആ ഈ മീൻ മറിച്ചിടുന്നതേ ഭയങ്കര ഡാർക്കാണ്. ഇത് ചേട്ടനുള്ള മീൻ. ആ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞ് എണ്ണ ഞാൻ വീണ്ടും ഒഴിച്ച്. എണ്ണ അത്രയൊന്നും പറ്റൂല, കുറച്ചുകൂടെ വേണമായിരുന്നു. ചെറുതും കൂടെ എടുക്കണ്ടേ? വാഴയില എടുത്തു. മീനൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോകണേ. ഞാൻ അവിടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഡലി പാത്രം എടുത്തോ. ചക്ക മുളകും കൂടെ എടുക്കാം. നല്ല മുരിമുരിയായിരിക്കുന്ന മീന് എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് ചക്ക, ആവി പറക്കുന്ന ചക്ക, പിന്നെ മീൻ വറുത്തത്,
പിന്നെ വേണ്ട മുളക് ഉടച്ചത്, വേണ്ടിയിരിക്കുന്ന മുളക് ഉടച്ചത്, പിന്നെ മീനിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സവാളയുണ്ട്, പിന്നെ കട്ടൻ ഇട്ടിട്ടുണ്ട്. ദാണ്ട് നല്ല ചൂട് കട്ടൻ ഇട്ടിട്ടുണ്ട്, ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോരാത്തോണ്ട് കുറച്ച് ഒരു മാമ്പഴം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെറുതെ കേട്ടോ, ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം. കഴിക്കും, 2 തന്നെ കഴിക്കും. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകാനാണ്. അപ്പോഴേ അയ്യോ, ഞാൻ ഇതെടുക്കാൻ വേണ്ടി തവി എടുത്തോണ്ട് വന്നില്ല, എത്തോട്ടെ പോയി. അപ്പോൾ നമുക്ക് വിളമ്പാം. നല്ല ചൂട് ചക്ക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇലയിലാട്ടോ കഴിക്കുന്നത്. ഒരു ഇലയിലങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. മതിയല്ല, നമ്മൾ രണ്ടുപേർക്ക് വേണമെങ്കിൽ എടുക്കാം. അടച്ചു വെച്ചു. പിന്നെ ഒരു മീൻ വറുത്തത്, എനിക്കൊരു കഷ്ണം, ചേട്ടനൊരു കഷ്ണം, പിന്നെ നമ്മുടെ ചമ്മന്തി. ചമ്മന്തി ഇവിടെ വയ്ക്കട്ടെ, ഇവിടെ വയ്ക്കാം അല്ലേ, ഈ സൈഡിലോട്ട് വയ്ക്കാം ചമ്മന്തി. നമ്മൾ മാമ്പഴം അത് ആവശ്യമുള്ളവരെടുത്ത് കഴിച്ചോളും. അപ്പോൾ ഇനി കട്ടനും കൂടെ ഒഴിക്കട്ടെ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഭയങ്കര എരിവ് കുറയും. ദിവസത്തിന് മുന്നേ നമ്മൾ കപ്പ പുഴുങ്ങിയതും ആറ്റുമീനും കൂടെ കഴിച്ചായിരുന്നു. ഇന്നത്തെ ചക്കയും ആറ്റുമീനും. അടുത്ത് വളരെയൊക്കെ എടുക്കാൻ പോണേ 6 മണിക്കല്ലേ? അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ പേട്ടെ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട്. അത് കഴിഞ്ഞെന്തോന്ന് അറിഞ്ഞു കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകണം. അത് ഞാൻ പോകില്ല, ചേട്ടൻ ഉണ്ട്, ചേട്ടൻ പോകണം. പിന്നെ അവർ വന്നിട്ടുള്ള കുറച്ച് ജോലികളൊക്കെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഞങ്ങളിനി കുറച്ച് നേരം കഴിയും കേട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എണീറ്റുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഞാൻ പോയി ഓഫ് ചെയ്യട്ടെ.